ആദിത്യൻ. ആദിത്യൻ എന്ന പേരിലൊരു കുട്ടി രഘുവിന്റെ കൂടെ പഠിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. ആ, എന്തായാലും കൊല്ലം കുറെ ആയില്ലേ, ചിലപ്പോ മറന്നതാവാം. രഘുവിനപ്പം മോനെ അറിയാൻ പറ്റൂല്ലോ. ഞങ്ങളും കുറെ കാലമായി മാഷെ കണ്ടിട്ട്. ചിലപ്പോ അവന് പറഞ്ഞാൽ മനസ്സിലാവും. രഘു അവിടെ ഉണ്ടോ മാഷെ? ഇല്ല, അവനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണല്ലോ. ആ, രഘു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണോ? ഞാൻ വിചാരിച്ചു ഇപ്പോഴും ചട്ടമ്പിയായിട്ട് നടക്കാന്നാ. ഹേയ്, രഘു ഇപ്പൊ അങ്ങനെയുള്ള ഒരാളെ അല്ല. കുടുംബവും നോക്കി സ്വസ്ഥമായിട്ട് കഴിയണം അവൻ. നേരത്തെ ഒരു ബിസിനസ് അവനുണ്ടായിരുന്നു, അതൊരു തീപിടുത്തത്തിൽ നശിച്ചു. ഇപ്പോൾ ടൗണിൽ അവന്റെ ഒരു അങ്കിളിന്റെ സഹായത്തോടെ മയൂരി ഗാർമെന്റ്സ് എന്നൊരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്താൻ പോവാ. അല്ല, ആദിത്യൻ എന്ത് ചെയ്യുന്നു? ഞാൻ കുറെ വർഷമായി പുറത്തായിരുന്നു മാഷെ. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം രഘുവിനെയും മാഷിനെയും കാണാൻ ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി, അങ്ങനെ ആവട്ടെ. വിശദമായിട്ട് നേരിൽ കാണുമ്പോൾ പരിചയം പുതുക്കാം. ആ ഓക്കെ മാഷെ. രഘു വരുമ്പോൾ ഞാൻ വിളിച്ചായിരുന്നു പറഞ്ഞേക്കണേ. അത് പിന്നെ പറയാതിരിക്കൂ. ആയിക്കോട്ടെ മാഷെ. അച്ഛാ, ആരായിരുന്നു അച്ഛാ? ഒരു ആദിത്യനായിരുന്നു മോളെ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അത്രേ. രഘുവിന്റെ ഒപ്പം പഠിച്ചതാണെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അത്രയ്ക്ക് ഓർമ്മ കിട്ടില്ല. അച്ഛൻ എന്തിനാ ആളെ തിരിച്ചറിയാതെ രഘുവേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോയത്? അല്ലെങ്കിൽ തന്നെ ഒരുപാട് പാരകൾ ഉള്ളതാ. ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യം കൂടി അറിഞ്ഞാലേ അത് മുടക്കാനും ആളുകളുണ്ടാവും. ഇത് അങ്ങനെയുള്ള ആളൊന്നും അല്ല മോളെ. ഇത്രയും കാലം ഗൾഫിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വന്നൊരു പയ്യനാണ്. പിന്നെന്താ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറയാനൊരു കാരണം കൂടി ഉണ്ട് മോളെ. രഘു ഇപ്പോഴും പഴയ ചട്ടമ്പിത്തരമൊക്കെ ആയിട്ട് ചുറ്റി നടക്കുകയെന്നാ ആദ്യത്തെ വിചാരിച്ചിരിക്കുന്നത്. അത് തിരുത്തി കൊടുക്കണ്ടേ നമുക്ക്? രഘുവേട്ടനെ കുറിച്ച് അയാളുടെ ധാരണ അതാണെങ്കിൽ പഴയ കൂട്ടുകാരൻ തന്നെ ആയിരിക്കും ചേച്ചി. എന്തായാലും രഘുവേട്ടൻ വരുമ്പോ നമുക്ക് ചോദിക്കാം. ആ മോളെ, ഞാനൊന്ന് വെളിയിലേക്ക് പോവാ. സെക്രട്ടറി ഒന്ന് കാണണം. വരുമ്പോ വല്ലതും വാങ്ങിച്ചോണ്ട് വരാനുണ്ടോ ബിളി? ഇപ്പൊ അത്യാവശ്യമായിട്ടൊന്നും വേണ്ടച്ചാ. ജീരുവിനും മക്കൾക്ക് എന്തെങ്കിലും വേണോ? എനിക്കും വേണ്ടച്ചാ, ഒന്നും വേണ്ട. എന്നാ പിന്നെ ഞാനൊന്ന് പോയിട്ട് വരാം. ശരി മക്കൾ. ശരിക്കും അവൻ തന്നെയാണോ രഘു തിരുവോണത്തിന് നിന്നെ കാണാൻ വന്നത്? അതോ ആരെങ്കിലും നിന്നെ കബളിപ്പിക്കാൻ? അല്ലെങ്കിൽ എനിക്ക് അതിലിനെ അറിയില്ല. വേറെ ആർക്കും അവനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ എനിക്ക് അവനെ എപ്പോൾ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുമ്പോൾ. പക്ഷേ അവൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയല്ലേ? അവനെങ്ങനെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റി? കോടതി അവന് ജാമ്യം അനുവദിച്ചു. അതൊന്നും എനിക്ക് അറിയില്ല അങ്കിളെ. ആ ബഹളത്തിനിടയ്ക്ക് അവൻ കയറി വന്നപ്പോഴേ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് തിരിച്ചയക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ ആക്സിഡന്റ് പറ്റി ഗുരുതരാവസ്ഥയിലായത് പരിഗണിച്ച് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ച് കാണും. എന്തായാലും അവൻ വന്ന് ഗോൾഡ് ചോദിച്ച സ്ഥിതിക്ക് നീ സൂക്ഷിക്കണം രഘു. അവനത് ചിലപ്പോൾ മനഃപൂർവ്വം വണ്ടിക്കകത്ത് ഒളിപ്പിച്ച് വെച്ചതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്ര ധൈര്യത്തിൽ അത് ചോദിച്ച് അതിൽ നിന്റെ മുമ്പിൽ വരും. ആ ഓണാഘോഷത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് അബദ്ധമായി. ഞാൻ പെട്ടെന്ന് വലിയ കാശുകാരനായല്ലോ എന്നുള്ള മട്ടിലായിരുന്നു അവന്റെ സംസാരം. ഇനിയിപ്പോ അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. ഒരു ക്ലബ്ബുകാർ നടത്തിയ ഓണാഘോഷമായിട്ട് അതിനെ കണ്ടാൽ മതി. പക്ഷെ നീ ഇനി സൂക്ഷിക്കണം. നിന്റെ പേരിൽ ഒരു ബിസിനസ്സോ വീടോ വണ്ടിയോ ഒന്നും കുറച്ചു കാലത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതവനൊരു തെളിവായിട്ടെടുക്കും. അല്ല, അപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത ബിസിനസ് എങ്ങനെ തുടങ്ങുമെങ്കിൽ? ഗാർമെന്റ്സ് ബിസിനസ് അമ്പിളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്താലോ? എടാ, നിന്റെ അടുത്ത ബന്ധുക്കളുടെ പേരിലായാലും അതൊരു പണിയാവും രഘു.
പണത്തിന്റെ സോഴ്സ് ചോദിച്ചാ അവൾ എന്ത് പറയും? അപ്പോ ഇനി എന്ത് ചെയ്യും അങ്കിൾ? നീ പഠിക്കണ്ട. നിനക്ക് വേണ്ടി ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നല്ലേ. അണ്ണനോട് പോലും നമ്മൾ പറഞ്ഞത് തൽക്കാലം ഗാർമെന്റ്സ് നമുക്ക് എൻ്റെ പേരിൽ വാങ്ങിക്കാം. എനിക്കാവുമ്പോൾ പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. എനിക്ക് നിർബന്ധമില്ല. ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞെന്ന് മാത്രം. അങ്കിളിന് എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. ഗാർമെന്റ്സ് യൂണിറ്റ് അങ്കിളുടെ പേര് തന്നെ എടുക്കാം. എങ്കില് ആദിലിന്റെ ഭാഗത്തുനിന്ന് എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ആ ഗോൾഡ് നിന്റെ കൈ കിട്ടിയെന്നുള്ള ഒരു സൂചന പോലും അവന് കൊടുക്കരുത്. ഇല്ലെങ്കിൽ അതിന് എന്ത് വന്നാലും ആരുടെ മുമ്പിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ശരി, അപ്പൊ പിന്നെ നോ മോർ ടെൻഷൻ. നമ്മള് നമ്മുടെ പ്ലാൻ പോലെ മുന്നോട്ട് പോകുന്നു. ഓക്കെ? അപ്പൊ ഞാനെന്നാ. ശരി ശരി. പോയിട്ട് വരാം. സുശീലേ, എടി സുശീലേ. ആ, എന്താ ബാനുമേ? ഒരുപാട് നാളെയല്ല കണ്ടിട്ട്. മോനെ ശ്യാമേ, നിന്റെ അമ്മായിയമ്മയുണ്ടോ ഇവിടെ? അമ്മ ഇവിടെ ഇല്ലല്ലോ ഭാനുമ്മ. എന്തിനാ ഭാനുമ്മ അമ്മ അന്വേഷിക്കുന്നത്? എന്താ, എനിക്ക് അവളെ അന്വേഷിക്കാൻ പാടില്ലേ? നിന്റെ അമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഇന്ദ്രനെ സത്യനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. നിങ്ങളോട് എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടി കൊച്ചേ, നിന്റെ ഭർത്താവിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. നിന്റെ മുമ്പിൽ വെച്ചേ എനിക്ക് അവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സത്യേട്ടൻ ജോലിക്ക് പോയിരിക്കെ ഭാനുമ്മ, രാത്രിയിലേ വരൂ. ഇന്ദിരേട്ടന് ഇവിടെ ഇല്ല ബാനുമേ. ബാനുമ കയറിയിരിക്കും. അമ്മൂടനെ വരുമായിരിക്കും അല്ലേ സോനി? ആർക്കറിയാം, അമ്മയുടെ കാര്യല്ലേ. എന്താ കാര്യമെന്ന് ഭാനുമ്മ ഞങ്ങളോട് പറ. എടി മോളെ, നിന്റെ അമ്മ ഒരു കാലത്തും നന്നാവില്ലേടി. അവളെ അനുപമയുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ? എന്റെ മകനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് പല ആണുങ്ങളുമായിട്ട് ബന്ധമില്ലേ? ഈ നാട്ടിൽ കിടന്ന് ഇമ്മാതിരി കാട്ടിക്കൂട്ടൽ നടക്കില്ല. ഇവിടം വിട്ട് എവിടെങ്കിലും പോയി അടിഞ്ഞാടിക്കോട്ടെ. ഇവിടെ കിടന്ന് വൃത്തിയോട് പറയുന്ന സമയത്തെ നിന്റെ മകന്റെ കുഞ്ഞ് അകത്ത് കിടപ്പുണ്ട്. അതിനെ ഒന്ന് കാണാൻ നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ മകന്റെ കുഞ്ഞു തന്നെയാണെന്ന് എന്താ ഉറപ്പ്?